ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നടന്ന LDC തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലയിലെ എക്സാം ഇന്ന് കഴിഞ്ഞിരുന്നു. ആ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സാം എഴുതി കൂട്ടുകാരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. എ കോഡാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതാണെന്നാണ് ഏതെന്നാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിയമലംഘന പ്രസ്ഥാന നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, രണ്ടും ശരിയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്രയാണ്. കറപ്പിച്ചില്ല, ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാരാണ്? ബേസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. അഞ്ചാമത്തെ ചോദ്യം, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഇതിന് ആൻസർ ഏത് സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് വരുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് കേട്ടോ. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യമല്ലാത്തത് എന്തെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നാണ് കേട്ടോ. പിന്നെ ഏഴാമത്തെ ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% ഭൂമിയുടെ പാളി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മാൻഡിലാണ് കേട്ടോ. ഓപ്ഷൻ ബി, മാൻഡിലാണ്. എട്ടാമത്തെ ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കറുത്ത മണ്ണാണ് കേട്ടോ. ഒൻപതാമത്തെ ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. അപ്പോൾ 9ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പത്താമത്തെ ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. 11ാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡൈക്ലോറൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ഏതെന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 11ൻ്റെ ആൻസർ, ഇൽമനേറ്റ് കേട്ടോ, ഇൽമനേറ്റ്. 12ാമത്തെ ചോദ്യം, സർക്കാർ സംരംഭത്തിന്റെ കീഴിൽ സ്വത്തുക്കൾ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ് കണ്ട കൂട്ടുകാർക്ക് ആൻസർ കിട്ടി കാണും. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, കർണാടകയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ, കർണാടക. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1951 കേട്ടോ. 14ാമത്തെ ചോദ്യം, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ ബി, 2015 ആണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. സാമ്പത്തിക വളർച്ച, സാമൂഹ്യ സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം, ഇതെല്ലാം വരുന്നതാണ്. 15ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 16ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, CSO ആണ് കേട്ടോ. പിന്നെ 17ാമത്തെ ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഡിജിറ്റൽ ഇന്ത്യ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി, ഡിജിറ്റൽ ഇന്ത്യ ആണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ. ബേസ് ക്വസ്റ്റ്യൻ. 19ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സുമൻ ബെറി. പ്രധാന പദവികളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ കേട്ടോ. 20ാം ചോദ്യം, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ അഖണ്ഡത എന്ന പദവും കൂട്ടിച്ചേർത്തു. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്, അക്കാമ ചെറിയാനാണ് കേട്ടോ. 22ാമത്തെ ചോദ്യം, കൂടുതൽ അധികാരത്തോട് കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാനഡയാണ് കേട്ടോ. 23ാം ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതല്ല? അപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നതാണ്. അതായത് ലോകസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അതുപോലെ തന്നെ രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ശരിയായ പ്രസ്താവനയാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MPമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 23ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ.
24ാമത്തെ ചോദ്യം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വനമാണ് കേട്ടോ. 25ാമത്തെ ചോദ്യം അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ സി 4 വർഷത്തേക്കാണ് കേട്ടോ. 26ാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറൻസ് ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗലുകാരനാണ് കേട്ടോ. 27ാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുന്നതാണ്. ഇതിനകത്ത് ശരിയായ പ്രസ്താവന അധ്യക്ഷൻ മുഖ്യമന്ത്രി ആണെന്നുള്ളത് മാത്രമാണ്. ഓപ്ഷൻ സി ആണ്. സി 1 മാത്രമെന്നാണ് ശരിയായിട്ടുള്ളത്. 28ാമത്തെ ചോദ്യം ക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട് വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് ആണ്. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ. 3, 1, 2, 4 കേട്ടോ. 29ാമത്തെ ചോദ്യം ഇത് കുറച്ചുകൂടെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. വകുപ്പുകളും കാര്യങ്ങളും എല്ലാം ചോദിച്ചുകൊണ്ട് 2007 മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുമെന്നാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് 29ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 മാത്രമാണ്. തെറ്റായിട്ടുള്ളത് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബി 1 മാത്രം. 31 കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 ആണ് കേട്ടോ. 32 ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. 33 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? ആൻസർ ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടെയാണ് കേട്ടോ. 34 കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മെലാറ്റോണിൻ ആണ് കേട്ടോ. 35 ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടമാണ് കേട്ടോ. 36 താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ പാല്, മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ്. 37 വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കോൺ കോശങ്ങളുടെ തകരാർ മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 38 മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി EEG ആണ് കേട്ടോ. EEG ആണ്. 39 താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണെന്നുള്ളതാണ് കേട്ടോ. 40 കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആസ്ട്രോസെനക്ക ആണ് കേട്ടോ. ആസ്ട്രോസെനക്ക. 41 വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ആൻസർ ഓപ്ഷൻ സി പോളോപോണിയാണ്. 42 ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്ഥിതികോർജ്ജമാണ് കേട്ടോ. 43 ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 20 ആണ്. 20 സെന്റിമീറ്റർ ആണ് കേട്ടോ. R = 2F എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. F = 2/R/2 കേട്ടോ. ഗോളീയ ദർപ്പണമാണ്. 44 ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഏത് നിയമമാണ്? ആൻസർ ഓപ്ഷൻ ബി പാസ്കൽ നിയമത്തെയാണ്. പിന്നെ നമ്മുടെ ബേസ് ക്വസ്റ്റ്യൻ 45 കറണ്ട് അഫെയറിലെ 45ാമത്തെ ചോദ്യം ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി പ്രഗ്യാനാണ് കേട്ടോ. 46 ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഓപ്ഷൻ സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 47 ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി കോപ്പർ, ടിന്ന്, സിങ്ക് കേട്ടോ. 48 ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH. ആൻസർ ഓപ്ഷൻ എ 5 ആണ് കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 49ാമത്തെ ചോദ്യം ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാനുള്ള ലവണം. ആൻസർ ഓപ്ഷൻ എ ടേബിൾ സാൾട്ട് ആണ് കേട്ടോ. 50ാമത്തെ ചോദ്യം ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് കേട്ടോ. 51 ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം. ആൻസർ ഓപ്ഷൻ സി ലിഥിയമാണ് കേട്ടോ. 52 ഇതൊരുമാതിരി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആരും എഴുതി കാണത്തില്ല. കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെ ഇത്ര ഒരു വരിതായിട്ട് പോവുക. ഇപ്പം 4 ഇതുമായിട്ടാണ് തന്നിരിക്കുന്നത്. 4 പേരുടെ കവിതകളാണ് തന്നിരിക്കുന്നത്. ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. പറയാൻ തന്നെ നമുക്ക് പാടാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുമാതിരിപ്പെട്ട കൂട്ടുകാരും അറ്റൻഡ് ചെയ്ത് കാണില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ, അതോടെ ഒന്ന് പറഞ്ഞേക്കാം. 52ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ.
53ന്റെ ആൻസർ വരുന്നത് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തോരണ യുദ്ധമാണ് കേട്ടോ. 54 അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 4, അതായത് A4. ഇറാനിമോസ് എന്ന് പറഞ്ഞ കരിക്കാട്ടോക്കരിയാണ്. പീലിപ്പോസ് എന്ന് പറയുന്ന ഏതാണ്? അടി എന്ന് പറഞ്ഞ നോവലാണ്. അതുപോലെ തന്നെ ഉണ്ണിച്ചക്കൽ എന്ന് പറഞ്ഞ അടിയാള പ്രേതം, വാവച്ചൻ എന്ന് പറയുന്നതാണ് മീശ കേട്ടോ. അത് കൊടുത്താണ്. ഓപ്ഷൻ സി ആണ് 54 ആൻസർ ആയിട്ട് വരുന്നത്. 55 മുസിരീസ് പൈതൃക പദ്ധതിയുമായി പെടാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. 56 ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ധ്യാൻചന്ദ് പുരസ്കാരം മികച്ച കായിക താരത്തിന് നൽകുന്നതാണ്, മികച്ച ക്രിക്കറ്റർക്ക് ഉള്ള പുരസ്കാരമല്ല കേട്ടോ, അങ്ങനെ എടുത്ത് പറയുന്നില്ല. പിന്നെ ഗുസ്തി താരമായ ധ്യാൻചന്ദ് ഗുസ്തി താരമാണോ? അല്ലല്ലോ, ഹോക്കി താരമല്ലേ, അപ്പോൾ അതും തെറ്റാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്നതാണോ? അല്ല, പരിശീലകർക്ക് നൽകുന്ന എന്താണ്? ദ്രോണാചാര്യ പുരസ്കാരമാണ്. അപ്പോൾ KM മീനാമോൾ, അഞ്ജു ബേബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയവർക്ക് മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്, അതും തെറ്റാണ്. കാരണം ഇത്ര 3 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് അറിയുമ്പോഴേ ബാക്കി ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം തെറ്റെന്നാണ്. 57ാമത്തെ ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഇത്. ജീവാനന്ദം പദ്ധതിയൊക്കെ നമ്മൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നു. 58ാമത്തെ ചോദ്യം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്താണ്? ആൻസർ ഇതാണ് ഓപ്ഷൻ ബി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് കേട്ടോ. 59 ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് കേട്ടോ. 60ാമത്തെ ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മായ OS ആണ് കേട്ടോ. പിന്നെ 61 താഴെ തന്നിരിക്കുന്നതിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞില്ല. ഇതെല്ലാം ഇമെയിൽ ക്ലൗഡ് ഉണ്ട്, ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്, യൂട്യൂബിൽ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഗൂഗിൾ ഡ്രൈവിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കേട്ടോ. 62 താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണ്. ബാക്കിയെല്ലാം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക് ആണ് 62ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 63 ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ളതാണ്. 63 സി ആണ് കേട്ടോ. 64 ബേസ് ക്വസ്റ്റ്യൻ ആണ്. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2012 ആണ് കേട്ടോ. 65 ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണെന്നാണ് വെച്ചത്. ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് കേട്ടോ. 66 ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാവും? സംരക്ഷണ ഉത്തരവുകൾ, പണാശ്വാസം, താമസ ഉത്തരവുകൾ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം കേട്ടോ. പിന്നെ 67 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കേട്ടോ. പിന്നെ 68 എന്താണ്? NHRC എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റിസോഴ്സ് കമ്മീഷനാണ് വരുന്നത് കേട്ടോ. എത്ര അംഗങ്ങളുണ്ടെന്നാണ്? ഏതാണ്? 6 അല്ലേ? 5 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 പേരാണ്. അപ്പോൾ 6 അംഗങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 69 വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്ന ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 70ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ആർക്കായിരിക്കും? എളുപ്പമല്ലേ? കേന്ദ്ര സർക്കാരിനല്ലേ? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ. ഇനി മാത്സ് ആണ്. മാത്സ് കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു 71ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 0 ആണ് വരുന്നത്. 72ന്റെ ആൻസർ ഓപ്ഷൻ ബി 137 ആണ്. 73 ഓപ്ഷൻ എ 9 ആണ്. 74 ഓപ്ഷൻ ബി 125%. 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 3. 76ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 10%. 77ന്റെ ആൻസർ ഓപ്ഷൻ ഡി ഞാറുമാണ് കേട്ടോ. 78ന്റെ ആൻസർ ഓപ്ഷൻ സി QOL ആണ് കേട്ടോ. 79 ഒറ്റയാൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 875 ആണ്. 80ന്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ് കേട്ടോ. പിന്നെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 81ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇന്റർജെക്ഷൻ ആണ് കേട്ടോ. പിന്നെ 82 എന്താണ്? അതായത് സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ് ഏതാണ്? ഓപ്ഷൻ ബി ജീൻസ് തന്നെയാണ്. 83 യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു യൂസ് ദ കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ അണ്ടർലൈൻ ബട്ട് യു ക്യാൻ ഡു ബെറ്റർ എന്നാണ്. നിങ്ങൾ ബെറ്റർ എന്നാണ്. യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ബെറ്റർ എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. 83ന്റെ ആൻസർ ഓപ്ഷൻ സി ബെറ്റർ ആണ് വരുന്നത്. 84 ദ ടെസ്റ്റ് വാസ് പുട്ട് ഓഫ് എന്നാണ് വരുന്നത് കേട്ടോ. ഫ്രേസൽ വെർബ് ദ ടെസ്റ്റ് വാസ് പുട്ട് ഓഫ്. ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ എ പുട്ട് ഓഫ് ആണ്. 85 ദ ഫയൽസ് ഫെൽ
ഓഫ് ദ ഷെൽഫ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 86 ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി റെയർലി ആണ് വരുന്നത്. അനോണിം ഓഫ് ദ വേർഡ് റെഗുലർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇറഗുലർ. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് 88 വി ഡു അവർ വർക്ക് ഡാഷ് എന്നാണ്. വി ഡു അവർ വർക്ക് ഡോൺ വി എന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ഏതാണ്? ഓപ്ഷൻ എ. ഇവിടെ എന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്, ഡോൺ വി ആണ് വരുന്നത് കേട്ടോ. 88. 89 ദ എക്സ്പാൻഷൻ ഓഫ് എക്സെട്ര ഏതാണ്? ഓപ്ഷൻ എ ആണ്, എറ്റ്സെട്ര എന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ 90 ദർ ഈസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ ഏതാണ്? ക്യൂവിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ എ QUE ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി മലയാളം ശരിയായ പദത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അക്ഷൗണിയാണ്. മലയാളം കുറച്ച് പാടായിരുന്നു. 92 ചോദ്യം നാഴികയുടെ 60 പങ്ക് ഏതാണ്? ഓപ്ഷൻ സി വിനാഴിക. പിരിച്ചെഴുതുക പരമോച്ഛ നീല സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ല ഇതൊന്നും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്, പരമ പ്ലസ് ഉച്ച പ്ലസ് നീല കേട്ടോ. 94 ചോദ്യം ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. വിപരീത പദം ഏത്? അധ്യാത്മം ഏതാണ്? ഓപ്ഷൻ ബി ഭൗതികമാണ് വരുന്നത്. 96 നേരെ വാ നേരെ പോ എന്ന് അർത്ഥമാക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സത്യസന്ധമായി പെരുമാറുക എന്നാണ്. 97 ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുത്തി കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലർക്കളം മെഴുതി കാത്തൊരജൻ എന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ 98 വൈരി സ്ത്രീലിംഗം ഏതാണ്? വൈരിണിയാണ് കേട്ടോ. ഓപ്ഷൻ എ വൈരിണി. പിന്നെ 99 ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എന്നെ തേടി കവിത വന്നടഞ്ഞത് ആ പ്രായത്തിലാണ്. ഓപ്ഷൻ ഡി ആണ്. 100ാമത്തെ ചോദ്യം ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവേശനാക്കി കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ആൻസർ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇപ്പം ഇന്ന് 3 ജില്ലകളാണ്, അതായത് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ്, ഈ 3 ജില്ലകളിലെയും പോൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഈ പോൾ അറ്റൻഡ് ചെയ്യണം. ഈ പോൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അടുത്ത ഘട്ടം അവർക്കൊക്കെ വേണ്ടി ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ പോൾ മാക്സിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പോളിൻ്റെ റിസൾട്ടും എല്ലാം നാളെ നമ്മളൊരു വീഡിയോ ആയിട്ട്, കട്ട് ഓഫിൻ്റെ അനാലിസിസും എല്ലാം നമ്മുടെ നാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഓൾ.